തീയതി കോഴിക്കോട് നടന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു, ഇത്രയും ദിവസമായപ്പോൾ എന്തെല്ലാം സംഭവിച്ചു എന്ന് അവർ നന്ദിപൂർവ്വം ഇവിടെ സ്മരിക്കുന്നതാണ് ഇന്നത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ ഈ ഗവേഷണം നടത്തുമ്പോൾ മനസ്സിലായത് ഈ ആളുകളുടെ മാറ്റം സ്ഥിരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു 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 അത് കൃത്യമായിട്ട് നിനക്ക് നിന്റെ രക്ഷിതാവ് നൽകിയതിനെ നീ പ്രകീർത്തിക്കുക എന്നൊക്കെ വേദഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം ഒരാൾ സംസാരിച്ചോളൂ. ആദ്യം ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ അബൂബക്കറാണ്, പട്ടാമ്പിന്ന് സംസാരിക്കുന്നത്. ഓക്കെ. ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്ന EFT പങ്കെടുത്ത ആളാണ്. എനിക്ക് EFT തുടങ്ങിയ ശേഷം കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹലോ, പറയൂ സാർ, കേൾക്കാം. എന്തെല്ലാം ഓക്കെ. എനിക്ക് ഇമോഷണലി, അതായത് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു, ദേഷ്യം ഉള്ള ആളായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു സമാധാനം വന്നിട്ടുണ്ട് EFTക്ക് ശേഷം. ഓക്കെ. മനസമാധാനം വന്നോ? മൊത്തത്തിൽ മനസമാധാനം വന്നോ? ഒരു മനസ്സമാനം ഉണ്ട്. ഒരു പഠിച്ച തമ്പുരാന് നന്ദി, ഹാപ്പി പാർക്കിന് നന്ദി, സാറിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഓക്കെ, വളരെ വളരെ സന്തോഷം. ശരി, ഇനി അടുത്തത് ആരായിരുന്നു? ഞാൻ ഷീബ നരവത്ത്, ബിന്ദുവിന്റെ അനിയത്തി. പിന്നെ ഹാപ്പി പാർക്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 25 ഞാനും എന്റെ ഏട്ടനും കൂടി അവിടെ വന്നത്. അത് ബിന്ദു ചേച്ചി കാരണമാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെടാനും കാരണം. അതുകൊണ്ട് ബിന്ദു ചേച്ചിക്ക് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ ഞങ്ങളെ സന മെന്റർ ഞങ്ങളെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ആ സമയം തന്നെ എല്ലാം പറഞ്ഞു നമ്മളെ കൂടെയുള്ള സന ടീച്ചർക്കും നന്ദി. അതോടൊപ്പം ഞങ്ങൾക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏട്ടന് ഒരു ദിവസം പനി വരുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പനി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞ് എല്ലാത്തിനും നമുക്ക് EFT ചെയ്യാം, മരുന്ന് കഴിക്കാതെ തന്നെ മാറും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ EFT ചെയ്തു. അതോടൊപ്പം എനിക്ക് കഷത്ത് 2 വർഷമായിട്ട് കുരു വരുന്നുണ്ട്, ഏത് വേനൽക്കാലത്ത്. അപ്പൊ അത് ഞാൻ നന്നായിട്ട് വേദന അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് കീറിക്കളിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഈ പനി വന്നതോടൊപ്പം തന്നെ എനിക്ക് കഷത്ത് ഇതുപോലെ ഒരു കുരു വന്നപ്പോ ഞാൻ വിചാരിച്ച സനമെൻഡർ പറഞ്ഞ പോലെ തന്നെ കുരുവിന് വേണ്ടിയിട്ട് EFT ചെയ്യാന്ന് വിചാരിച്ച് EFT ഞാൻ ചെയ്യുകയും അതിലൂടെ എനിക്കിപ്പോ കുരുവിന്റെ വേദന തന്നെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് തന്നതിന് സനാമെൻഡറിനോട് നന്ദി. അതുപോലെ ബിന്ദു ചേച്ചി ഇതിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാനൊക്കെ കാരണം. അവർക്ക് നന്ദി. പിന്നെ അതുപോലെ നമ്മളെ ഈ ഹാപ്പി പാർക്കിന് നന്ദി. അതുപോലെ ഓരോ സമയം നമ്മൾ ഓരോ സമയം ഓരോ കാര്യങ്ങൾ അറിയിച്ചു തരുന്ന നമ്മളെ ബദറുദ്ദീൻ സാറിന് ഓരോ മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ വിളിക്കുകയും പറയുകയും ചെയ്യുന്ന അവർക്ക് നന്ദി. അതുപോലെ സാറിന് നന്ദി. ഇതിലുള്ള എല്ലാവർക്കും നന്ദി. ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പറയുന്നു. മനസമാധാനം നന്നായിട്ട് കൂടിയില്ലേ ശിവ? ഒരുപാട് മനസമാധാനം കൂടിയില്ലേ? മനസമാധാനം വന്നിട്ടുണ്ട്. നല്ല മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ വന്നു തുടങ്ങി. ശരി, ശരി, വളരെ സന്തോഷം. ഇനി അടുത്തത് ആരാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. നമുക്ക് ഹലോ സാർ, ഞാൻ ലസിതയാണ്, തലശ്ശേരിയാണ് വീട്. ഞാൻ 25-ാം തീയതി EFT പങ്കെടുത്തിരുന്നു. അതിനു മുന്നേയുള്ള EFTയിലും പങ്കെടുത്തിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ദേഷ്യം, സങ്കടവും ദേഷ്യവും എല്ലാം വരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളേനു. ഇപ്പൊ EFT ചെയ്യുന്നത് കൊണ്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ആരെങ്കിലും പറയുമ്പോഴെല്ലാം അവരോട് നല്ല ഇതായിട്ടാണ് സംസാരിക്കൽ. ഇപ്പം എല്ലാം നല്ല സന്തോഷത്തോടെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. കുറെ മാറ്റങ്ങളുണ്ട്. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അതെല്ലാത്തിനും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ EFTയും സാറിന്റെ ക്ലാസ്സും എല്ലാം കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര മനസ്സിന് നല്ല റിലാക്സ് ആയിട്ട് വരും. ഓക്കെ. ഇപ്പം ട്രഷറിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഈ കോഴ്സിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയ്ക്ക് മാറ്റങ്ങൾ വരുന്നത് എനിക്ക് തന്നെ. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എന്തെല്ലോ ഒരു സന്തോഷം എന്ന് പറയണ്ടേ, എങ്ങനെ ഒരു ഇല്ലാണ്ട്. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിങ്ങള്
ലൈഫ് അടിമുടി മാറും, ഒരു സംശയമില്ല. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒറ്റ സെഷനെ തുടങ്ങിയിട്ടുള്ളൂ. അത് തുടങ്ങിയപ്പോൾ തന്നെ എന്ത് തോന്നുന്നു ലസിത മാഡം? അതാ ക്ലാസ് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഇനി മറ്റേ രാവിലെ ആവട്ടെ എന്ന് വിചാരിക്കാം ഇപ്പൊ കണ്ടിട്ട്. സാറിന്റെ ക്ലാസ് കേൾക്കാനും ഇതെല്ലാം ഓക്കെ വളരെ വളരെ സന്തോഷം. സാറിന് അതായത് നന്ദി. പിന്നെ ഇതൊക്കെ ടീച്ചർ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമാണോ ലസിത മാഡം? ഇതൊക്കെ ഏതെങ്കിലും പീടികയിലോ ഷോപ്പിലോ എവിടെങ്കിലും ടൂർ പോയാലോ അല്ലെങ്കിൽ എവിടെങ്കിലും പിന്നെ സിംഗപ്പൂരോ മലേഷ്യയിലോ ഒക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ടൂർ പോയാലോ കിട്ടുന്ന സാധനമാണോ ഇത്? അല്ല സാർ, അല്ല ഒരിക്കലും അല്ല. ഇതിനും കിട്ടില്ല. എല്ലാറ്റിനും ദൈവത്തോടും നന്ദി, സാറിനോടും സൺ ടീച്ചറോടും എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സത്യഭാമ സാർ, ഞാൻ മജീദാണ്, വയനാട് മാനന്തവാടി. പറയൂ സാർ. ഞാൻ ഒരുപാട് ടെൻഷൻ വെച്ചിട്ടിരിക്കുന്നത് എന്റെ ബിസിനസ് സംബന്ധമായിട്ടും പിന്നെ അല്ലാതെ കുറച്ച് കടങ്ങളും കാര്യങ്ങളായിട്ട് വല്ലാതെ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ 25-ാം തീയതി നമ്മളെ ഇതിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടെൻഷൻ തന്നെ ഒരുപാട് പകുതിയിലേറെ എനിക്ക് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനിയും പിന്തുടർന്ന് പോകണമെന്നും ശരിക്കും പറഞ്ഞാല് സാറ് എത്രത്തോളം ഇത് കൊണ്ടുപോകുന്നുണ്ട് അത്രത്തോളം നമ്മൾ പിന്തുടരണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാനും എന്റെ വൈഫും ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സന്തോഷം ശരിക്കും പറഞ്ഞാല് വീട്ടിൽ വന്നാൽ മാത്രമേ എനിക്കൊരു സന്തോഷം കിട്ടുള്ളൂ. എനിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടിയാൽ പിന്നെ സന്തോഷം കിട്ടുക. അതുകൊണ്ട് ഷോപ്പിൽ പോയാൽ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതൊക്കെ എനിക്ക് ഒഴിവാക്കി കിട്ടി. എന്റെ സ്റ്റാഫെല്ലായിട്ട് നല്ല ഒരു പിന്നെ മാനസികമായിട്ട് നല്ലൊരു അടുപ്പവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാം ഞാനൊരു അവിടെ ഉള്ള ഒരു ആളായിട്ടല്ല, ഞങ്ങളെല്ലാം ഒരുപോലുള്ള ഒരാളായിട്ട് ഞങ്ങൾ തുറന്ന് സംസാരിക്കാനും എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു കഴിവൊക്കെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സാർ, ഇതിന് ഒരുപാട് നന്ദി. ഇനിയും ഇത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, വളരെ സന്തോഷം. അടുത്ത ട്രഷറി കോഴ്സ് അടുത്ത ബാച്ചിലേക്ക് വേണമെങ്കിൽ സാർ പങ്കെടുത്തോളൂ. അപ്പൊ പിന്നെ വരില്ല, നിങ്ങൾക്ക് കോടികൾ കിട്ടിയതിന് തുല്യമായിരിക്കും. ഓക്കെ, ശരി സാർ. സത്യഭാമ സാർ, ഞാൻ ബുഷറയാണ്. ബുഷറ. സത്യഭാമയാണ് പറയുന്നത്. ബുഷറ സത്യഭാമയാണ് സംസാരിക്കൂ. കാരണം ബുഷറ സംസാരിക്കുന്ന മുമ്പ് അവർ വന്നതാണല്ലോ, അതിനുശേഷം ബുഷറ സംസാരിക്കും. സാർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 25-ാം തീയതി ട്രഷറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാൽമുട്ട് വേദനയായിട്ട് വന്നത്. പക്ഷെ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ എല്ലാം നെവർ മൈൻഡ്, എല്ലാം മനസ്സിൽ എന്ത് വന്നാലും എല്ലാം അതിനെ കീപ്പ് ചെയ്യാൻ നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി അതിനെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ മാജിദ മാഡത്തിന് നമസ്കാരം. എല്ലാവരും എപ്പോ ഒരു സന്തോഷത്തിന്റെ പ്രതീതിയാണ് മനസ്സിലുള്ളത്. എന്ത് വന്നാലും അതിനെ തരണം ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ മുന്നോട്ടുള്ള എല്ലാ ഇതും സന്തോഷത്തോടെ അംഗീകരിക്കാൻ കഴിയുന്നു. താങ്ക് യു സാർ എല്ലാവർക്കും. ഓക്കെ, വളരെ വളരെ സന്തോഷം. മുട്ടുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട് സാർ, കുറവുണ്ട്. വെരി ഗുഡ്. പക്ഷെ രാവിലെ രാത്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ എന്റെ ഫീൽഡ് അതാണ്, നടത്തം. അത് ഒരിക്കലും അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ തീരെ പറ്റൂല്ലോ. അതുകൊണ്ട് പിന്നെ കഠിനമായ വേദന കുറെ കുറഞ്ഞില്ലേ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഠിനമായ വേദന കുറെ കുറഞ്ഞില്ലേ? ഒരു 80% കുറഞ്ഞു. നടക്കുന്നുണ്ടല്ലോ, നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഫീൽഡിൽ എന്നും പോകണം. ഇന്നിപ്പോ അത്താണ്, അതുകൊണ്ട് ചെറിയൊരു തിരക്കുള്ള ദിവസമാണ്. പൂവ് പറിക്കാനുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ഷേങ്കിലും നമുക്ക് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യം എന്ത് വന്നാലും അതിനെ അങ്ങനെ തരണം ചെയ്തിട്ട് ഇങ്ങനെ പോവാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര ഇതാണ്. എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. വെരി ഗുഡ്. ഇതിനേക്കാളും വലിയൊരു ഗുണം ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? വേറെ ഒന്നുമില്ല. എന്തെല്ലോ കിട്ടാനുണ്ട് ഒരു പ്രതീതിയാണ്. ഇനിയും മുന്നിൽ എന്തെല്ലോ ഉണ്ട് നമുക്ക് സ്വന്തമാക്കാൻ എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഓക്കെ സാർ, സന്തോഷം. ബുഷറ സംസാരിച്ചോളൂ, നേരത്തെ തുടങ്ങിയല്ലേ. ഹലോ, ഞാൻ ബുഷറയാണ്. ഞാൻ 6 മാസം മുമ്പ് EFT പങ്കെടുത്തിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം 25-ന് റിപ്പീറ്റ് ചെയ്തു. കോഴിക്കോട് വെച്ച് നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു. കാലുവേദനക്ക് ഒരുപാട് മാറ്റമുണ്ട്.
എൻ്റെ ആഗ്രഹം എല്ലാവരും പങ്കെടുക്കണമെന്നാണ് EFT-യിൽ. സാറിനും ഹാപ്പി പാർക്കിനും ഉള്ള എല്ലാവർക്കും നന്ദി. വളരെ വളരെ സന്തോഷം ബുഷറ. ഏതായാലും ഒരുപാട് ആളുകൾ ഇനി സംസാരിക്കാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കൂടി നമുക്ക് സംസാരിക്കാം. ബാക്കിയുള്ള ആളുകൾക്ക് അടുത്ത ഒരു ദിവസം സംസാരിക്കാം. അതായത് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബിന്ദു നരവത്താണ്. അപ്പൊ പിന്നെ ഞാൻ മുമ്പ് ഒരു EFT-യിൽ പങ്കെടുത്തിരുന്നു. ഇപ്പൊ ഞാൻ ട്രഷർ ഹൗസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഇപ്പൊ കഴിഞ്ഞ 25-ാം തീയതി കോഴിക്കോട് പങ്കെടുത്തിരുന്നു. അപ്പോ പിന്നെ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നത് മുമ്പേ വെച്ചാൽ സന മാം ആയിരുന്നു. മാം എന്നെ കറക്റ്റ് ആയിട്ട് വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മള് കൂടെ ഇരുന്ന് ചെയ്യുമ്പം ഇപ്പോ മെന്ററിങ്ങിന്റെ സിസ്റ്റം മാറ്റി. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മൾ ജോലി സ്ഥലത്തായ അവിടെ ഫുള്ളായി, പിന്നെ വീട്ടിലായ അവിടെ ഫുള്ളായി, പിന്നെ ഇതിന്റെ ഇടയിൽ പേഴ്സണൽ സാധനങ്ങളാണല്ലോ മാറ്റി വെക്കുക. അപ്പൊ അത് ഒഴിവായി കിട്ടി. പിന്നെ പുതിയ മെന്ററിങ് സിസ്റ്റം ഏറ്റവും ഭംഗിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം. പിന്നെ എൻ്റെ മെന്റർ റെഹാനത്ത് മാം പിന്നെ എപ്പോഴും നമ്മളെ കൂടെ എല്ലാം എന്ത് വിഷയം പറഞ്ഞാലും കറക്റ്റ് അതിൽ ഇന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തു തരാറുണ്ട്. എന്നോട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പക്ഷെ എൻ്റെ മൂഡിൽ വലിയ ചേഞ്ച് വന്നു. ഇന്നലെ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരു പിന്നെ കൂടിയിരുന്നപ്പം അവരൊക്കെ പറഞ്ഞു ഒരു കുറച്ചുകൂടി മാറാണ്ടെന്ന് ഷീബ നരവത്ത് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും ട്രഷർ കഴിയുമ്പോഴേക്കിന് ഞാന് ഒരു പിന്നെ എല്ലാ അർത്ഥത്തിലും പിന്നെ മറ്റത് എനിക്ക് തോന്നും പോലെയൊക്കെയാണല്ലോ നമ്മൾ ഒരാളോട് ബിഹേവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ അവെയർ ആണ്. ആ ഒരു ജാഗ്രത തരാന് പറ്റുന്നുണ്ട്. ഇപ്പൊ തൊട്ട് മുന്നത്തെ മോർണിംഗ് ക്ലാസ്സിലും സാറ് പറഞ്ഞു ഓരോ മണിക്കൂറും നമ്മുടെ മനസ്സിലേക്ക് ടോർച്ച് ചെയ്യണം. അപ്പൊ സാറിന്റെ വാക്കുകള്, പിന്നെ മെന്ററിങ്, പിന്നെ പ്ലസ് ബദറുദ്ദീൻ സാറിന്റെ ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ, അത് ചെറുതാണെങ്കിലും വളരെ വലുതാണ്. ഞാൻ ചിലപ്പോ സാറിന്റെ ലോ ഓഫ് യൂണിവേഴ്സ് വണ്ണസ് ആ ലോ ഒക്കെ സാറിന്റെ ആ ഓർമ്മപ്പെടുത്തലിലാണ് ഞാൻ അതിൽ കയറുന്നത്. അങ്ങനെ ഓരോന്നും പിന്നെ ലൈവ് ക്ലാസ്സിന്റെ എന്തായാലും കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിലേക്ക് വരുന്നു. അങ്ങനെ നമ്മളെങ്ങനെ കൂടെ കൊണ്ടുവന്ന് വലിയൊരു ടീമാണ്. ബിഗ് താങ്ക്സ് ടു ആൾ. ഓക്കെ, വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ ഇനിയും പറയാനുണ്ടാവും. അവർക്ക് ഇനി അടുത്ത ഒരു പറയൂ. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഒറ്റാൾക്ക് സംസാരിച്ചു. ജോത്സ്നയാണ്. മാഡം പറയും. ഗുഡ് മോർണിംഗ് സർ. വെരി വെരി ഗുഡ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും കഴിഞ്ഞ 25-ാം തീയതി ഉള്ള EFT-യിൽ പങ്കെടുത്തിരുന്നു. അതിനു മുന്നേയും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അമ്മയ്ക്കൊക്കെ സുഖമില്ലാതിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് അന്ന് അങ്ങോട്ട് വന്നത്. അപ്പൊ ബദറുദ്ദീൻ സാർ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. ഞാനപ്പോ മനസ്സിൽ വിചാരിച്ചു എങ്ങനെയായാലും എനിക്ക് അവിടെ ഒന്ന് പങ്കെടുത്തേ പറ്റുള്ളൂ. എന്തോ ഈശ്വരാധീനം കൊണ്ട് എനിക്ക് അന്ന് വരാൻ പറ്റി. ഞാന് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എങ്ങനെയാണത് പറയേണ്ടതെന്ന് അറിയില്ല. നമ്മൾ വിചാരിക്കാത്ത ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിന് പോസിറ്റീവായിട്ട് ഉള്ളതുണ്ട്, നെഗറ്റീവായിട്ടുള്ളതുണ്ട്. പക്ഷെ സാറിന്റെ വാക്കുകൾ ഉണ്ടല്ലോ, നെഗറ്റീവിലും ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണമെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഞാൻ അതിനെ മാറ്റി ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് നമ്മുടെ മനസ്സിനെ തന്നെ ജാഗ്രത അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കി അങ്ങനെ വെക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പൊ അതിനെ തിരിച്ചറിയാനും അതിനെ അത് ലഘൂകരിച്ച് അതിനെ ഇല്ലാതാക്കാനുമുള്ള ഒരു കഴിവ് കുറേശ്ശെയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ EFT-യിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എല്ലാ ദിവസവും മാജിദ മാം പിന്നെ നമുക്ക് ക്ലാസ് ഒരു 7:30 മുതൽ 8 മണി വരെ ഒരു ക്ലാസ് തരുന്നുണ്ട്. അപ്പൊ അതിലും ചില 2 ദിവസം എനിക്ക് കയറാൻ പറ്റിയില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും കയറുന്നുണ്ട്. അതൊക്കെ വലിയൊരു നമുക്ക് എന്താണോ ഒന്ന് വേണ്ടത് ആ രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കരീം സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് ഇന്നത്തെ മെഡിറ്റേഷൻ
എങ്ങനെയാണ് അതിന് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ കുറെ ചോദ്യങ്ങളല്ല, നമ്മളുടെ മനസ്സിന് വേണ്ടിയിരുന്ന കാര്യങ്ങളാണ് അതില് പല കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. ഒരുപാട് നന്ദി പറയുന്നു. കരീം സാറിന് ദൈവത്തിന് തുല്യം തന്നെ ഞാൻ നന്ദി പറയാണ്. അതുപോലെ ബദറുദ്ദീൻ സാറിനും ഈ ടീമിനും മൊത്തത്തിലും എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. ശരിക്കും എല്ലാ വ്യക്തികളും തന്നെ ഇത് തിരിച്ചറിയേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. EFTയിലൂടെ ഒരുപാട് പേർക്ക് മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഒരാളിലൂടെ മാറ്റം വരുമ്പോ അതൊരു കുടുംബത്തിലേക്കാണ്. സാർ തന്നെ പറയാറുണ്ട്. അപ്പൊ ആ കുടുംബത്തിലൂടെ മാറ്റം പതിയെ പതിയെ ആ സമൂഹത്തിലേക്കും വരും. അപ്പൊ ഒരു വലിയ ഒരു യാത്രയിലാണ് സാറിന്റെ ടീമും. അതില് ഞങ്ങളും കൂടി ഭാഗഭാക്കാവുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഇനി സംസാരിക്കാനുള്ള ആളുകൾക്ക് നമുക്ക് നാളെയും സംസാരിക്കാം. അത് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് എന്താ പറയാ, അവർക്ക് അവരുടെ ഈ മാറ്റം സ്ഥിരപ്പെടുന്നതാണ്. അതായത് ഈ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി നാളായി ഈ സെഷൻസുകളൊക്കെ 1 വർഷം മുമ്പൊക്കെ കഴിഞ്ഞ ആളുകൾ ഇപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു 1.5 വർഷം മുമ്പ് തുടങ്ങിയ, പിന്നീട് അവരെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അവര് കഴിഞ്ഞ സെഷനിൽ സംസാരിച്ചു. അവർക്ക് അന്നുണ്ടായിരുന്ന എല്ലാ ഇഷ്യൂസും മാറി. വീട്ടിൽ നിൽക്കാൻ പോലും പറ്റാതെ എപ്പോഴും അസ്വസ്ഥരായിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ തോന്നുന്നില്ല, അത്രയും സന്തോഷം വീട്ടില്. അതുപോലെ തന്നെ വേദനകൾ മാറി, മാനസികമായ അസ്വസ്ഥതകൾ മാറി എന്നൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അതാണ് ഇതില് ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റിവാർഡ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോട് പറയുവാനുള്ള ഒറ്റ കാര്യം, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്ത്, എല്ലാത്തിനും പരിഹാരമുണ്ട്. എത്ര ഗട്ടറിലാണെങ്കിലും അവർന്ന് ഉയർന്നു വരാൻ സാധിക്കും. ഏത് ആഗ്രഹവും സാധിച്ചെടുക്കുവാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമായോ ഇല്ലേ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്ത്. വളരെ വളരെ സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും നന്ദി അറിയിക്കും. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത EFT നമ്മൾ എന്താ പറയാ, അതിന് നോട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. കാരണം അടുത്ത് നമ്മൾ ഓൺലൈനിലായിട്ടൊരു സെഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത മാസം. അതിന്റെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ നൽകും. ഓൺലൈൻ ആകുമ്പം വിദേശത്തു നിന്നെല്ലാം പങ്കെടുക്കാം. അത് ഇതുവരെ നടന്ന ഒരു EFT പോലെയല്ല. അത് ബാച്ച് 1 ആണ്. അതായത് നേരത്തെ നടന്ന EFTയുടെ കണ്ടിന്യൂഷൻ അല്ല, പുതിയ EFT ആണ്, പുതിയ സെഷനാണ്. അത് 1 മാസം മുഴുവനും നമ്മുടെ തന്നെ മെന്റർഷിപ്പിലും, അതിനുശേഷം നമ്മുടെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ നമ്മുടെ മെന്റർമാരൊക്കെ എല്ലാവരും അവരെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് വല്ലാത്ത സന്തോഷമാണ്. അത്രയും സിൻസിയർ ആയിട്ടാണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. 1 മാസം അവരുടെ കീഴിലും 1 മാസം നമ്മുടെ നേരിട്ട് കീഴിലും, ഇങ്ങനെ 2 മാസമാണ്. ഈ 2 മാസം എന്ന് പറയുമ്പോൾ അതോടുകൂടി ഒരാള് സ്വർഗതുല്യമായ മാനസികാവസ്ഥയിലോട്ട് പോകും. എല്ലാ ഇഷ്യൂസും പരിഹരിക്കപ്പെടും, വേദനകളൊക്കെ മാറും, മനസമാധാനം ഉണ്ടാവും, മനഃശാന്തി ഉണ്ടാവും, മനസ്സുഖം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കുടുംബപരമായിട്ടുള്ള എന്താ പറയാ, എല്ലാവിധ പുരോഗതിയും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഓൺലൈൻ സെഷനാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് അടുത്ത മാസം, അതായത് ഒക്ടോബർ 7-ാം തീയതിയാണ് നമ്മൾ മനസ്സിൽ കണ്ടുവച്ചത്. സോ ആ കാര്യം സാന്ദർഭികമായി ഉണർത്തുന്നു. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കും.